അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ജീവിതത്തിൽ ഒരുപാട് തരത്തിൽ ഉള്ള അനുഭവങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും ജീവിച്ച് പോകുന്നത്. നിരാശകളും അതുപോലെ തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു നിരാശ അല്ലെങ്കിൽ പ്രയാസം സംഭവിച്ചപ്പോൾ ഖുർആൻ റസൂലിനോട് സംസാരിച്ച ഒരു രൂപം അല്ലെങ്കിൽ റസൂലിനോട് ഇറക്കി കൊടുത്തൊരു ഒരു സൂറത്ത് അതാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തു ളുഹ. വിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ സൂറത്തുകളിലൊന്നാണ് സൂറത്തു ദുഹ. ഞാൻ ആദ്യം ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. ഈ ആയത്തുകളുടെ അർത്ഥം എന്ന് പറയാം. വദ്ദുഹ, പൂർവാഹനം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജ, രാത്രിയും തന്നെയാണ് സത്യം, അത് ശാന്തമാകുമ്പോൾ. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ ഒരു രീതിയാണ്. അള്ളാഹുവിൻ്റെ പല സൃഷ്ടികൾ ഉപയോഗിച്ച് അള്ളാഹു ഇങ്ങനെ സത്യം ചെയ്തു പറയും. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പൂർവാഹനം തന്നെയാണ് സത്യം, അതായത് ഒരു ഇളയിച്ച സമയം എന്നൊക്കെ നമ്മൾ പറയില്ല, ഉച്ചൻ്റെ തൊട്ട് മുമ്പുള്ള എന്നാൽ രാവിലെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു സമയം, അത് തന്നെയാണ് സത്യം. അതേപോലെ വല്ലയിൽ ഇദാ സജ, രാത്രി തന്നെയാണ് സത്യം, അത് ശാന്തമാകുമ്പോൾ. മാ വദ്ദഅക റബ്ബുക വമാ ഖല, പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുകയാണ്. പക്ഷേ ഇത് ഈ ഒരു വചനങ്ങൾ ഇറങ്ങുന്നതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ അറിയുമ്പോഴാണ് ഇതിൻ്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാക്കാം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചില വഹി ലഭിച്ചു, ദിവ്യബോധനം ലഭിച്ചു, അതിനനുസരിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷേ കുറച്ച് ദിവസങ്ങൾ ഈ ദിവ്യബോധനം വഹി ലഭിക്കുക എന്ന ആ പ്രോസസ്സ് അത് ഉണ്ടായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി. ഇപ്പം നിന്റെ പിശാചൊന്നും നിനക്കിത് പറഞ്ഞു ആക്ഷേപിച്ചത് അങ്ങനെയായിരുന്നു. മുഹമ്മദ് നബിക്ക് ഒരു പിശാജ് പിന്നെ ബോധനം കൊടുക്കുകയാണ്, അതാണ് മുഹമ്മദ് നബി പറയുന്നത് എന്നായിരുന്നു അവിടെയുള്ള ശത്രുക്കളായ ആളുകൾ പറഞ്ഞിരുന്നത്. അവരുടെ ഒരു പരിഹാസം, അവരുടെ ആക്ഷേപം അങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് കേട്ടത് ശരിയാണെന്ന് വിശ്വസിച്ചു. ഏതൊരു പിശാചിൻ്റെ ദുർബോധനത്തിലാണ് ഈ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് കരുതി ഒരു സ്ത്രീ വന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ദിവസം എഴുന്നേൽക്കാൻ കഴിയാതെ ഇരിക്കുകയുണ്ടായി. അപ്പോൾ ആ സ്ത്രീ വന്ന് ചോദിക്കുക, ഇപ്പം നിൻ്റെ പിശാച് നിൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയിട്ടുണ്ടല്ലേ എന്ന രൂപത്തിൽ സംസാരിച്ചു. അപ്പോൾ ആ സമയത്തുള്ള മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാവുന്നതോ, നമുക്ക് ഊഹിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സന്ദേശം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുള്ള ഒരു പ്രവാചകൻ, ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് പല കാര്യങ്ങളും ആ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുത്തൊരു പ്രവാചകൻ പെട്ടെന്ന് ആ വഹിയൊന്നും കിട്ടാതിരിക്കുന്നു. എന്താണ് കാരണം എന്ന് മനസ്സിലാവുന്നില്ല. അള്ളാഹു എന്നോട് കോപം ഉണ്ടായിട്ടാണോ, അല്ലെങ്കിൽ അള്ളാഹു എന്നെ വിട്ടുകളഞ്ഞോ, ഇങ്ങനെയുള്ള പല രൂപത്തിലുള്ള ഒരു മാനസിക പ്രയാസത്തിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകുന്ന ഒരു സന്ദർഭമാണ്. മുഹമ്മദ് നബിയുടെ ആ നിസ്സഹായാവസ്ഥ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അങ്ങോട്ട് ചോദിക്കാനുള്ള ഒരു മാധ്യമമില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല. കാരണം ഇത് മുഹമ്മദ് നബി എന്തെങ്കിലും ആലോചിച്ച് കൂട്ടി ഒരു കള്ളപ്രവാചകത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ. അതായത് ഇവരൊക്കെ പല ആൾക്കാരും ഈ വിമർശകരൊക്കെ പറയുന്നത് പോലെ മുഹമ്മദ് നബി സ്വന്തമായി ഉണ്ടാക്കിയ ഒരു കാര്യം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലല്ലോ. മുഹമ്മദ് നബിക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല, പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. മറിച്ച് മുഹമ്മദ് നബി വളരെ ജെന്യുവിനായി മലക്ക് വരുന്നു, മാലാഖ വരുന്നു, അത് പറഞ്ഞ കാര്യം ജനങ്ങളോട് പറയുന്നു, അത് ദിവ്യബോധനമാണെന്ന് പറയുന്നു, അത് ജനങ്ങളെ അറിയിക്കുന്നു, എന്താണോ സന്ദേശം അത് അറിയിക്കുന്നു. ആ അറിയിച്ചിങ്ങനെ മുന്നോട്ട് പോകും. പെട്ടെന്ന് ഒരു തനിക്ക് മുൻ പരിചയമില്ലാത്ത ആ അനുഭവം പെട്ടെന്ന് നിന്നു പോവാൻ. അതെന്താ ചെയ്തത്, എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കാൻ. ഓക്കെ, അത് വൈകുന്നതൊക്കെ, അത് എന്തുകൊണ്ട് വൈകുന്നു, ഇനി വരുമോ, ഒന്നും അറിയാനുള്ള ഒരു മാർഗവുമില്ലാതെ ആകെ. എന്നാൽ അതേ സമയത്താകട്ടെ മറുഭാഗത്തും പരിഹാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ വചനങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാത്ത ഒരു ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയിലാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് എന്ന് പറയാം.
ആ സമയത്താണ് അള്ളാഹ് പറഞ്ഞത് വദ്ദുഹ, പൂർവാഹനം തന്നെയാണ് സത്യം. ആ വെളിച്ചം വരുന്ന ഒരു ചൂടൊക്കെ വരുന്ന ആ ഒരു സമയം തന്നെയാണ് സത്യം. ഒരു ഇരുട്ട് മാറി ഒരു വെളിച്ചം വരും എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. വല്ലൈലി ഇദാ സജ, അത് കഴിഞ്ഞൊരു രാത്രി വരും, അത് ശാന്തമാകും. എന്നിട്ട് മാ വദ്ദഅക റബ്ബുക വമാ ഖല, നിന്റെ റബ്ബ് നിന്നെ വിട്ട്, എത്ര വലിയ ആശ്വാസമായിരിക്കും. നിന്റെ റബ്ബ് നിന്നെ വിട്ട് കളഞ്ഞിട്ടില്ല. വമാ ഖല, അതേപോലെ നിന്റെ റബ്ബ് നിന്നെ വിട്ട് കളഞ്ഞിട്ടില്ല, നിന്നോട് കോപിച്ചിട്ടുമില്ല എന്ന് പറയണം. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ മാനസിക സംഘർഷം അവിടെ അതോടുകൂടി അലിഞ്ഞില്ലാതാവുകയാണ്. നിന്നെ വിട്ട് കളഞ്ഞിട്ടില്ല, നിന്നോട് കോപിച്ചിട്ടുമില്ല. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല, ഇപ്പം നീ താങ്കൾ ജീവിച്ചിരിക്കുന്ന ഈ ഇഹലോക ജീവിതത്തെക്കാൾ താങ്കൾക്ക് ഉത്തമം തീർച്ചയായും പരലോകമാണ്. ഈ മരണാനന്തര ജീവിതത്തിലുള്ള ആ ലോകത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വല സൗഫ യുഅതീക റബ്ബുക ഫതർദ, താങ്കളുടെ റബ്ബ് നൽകുന്നതാണ്, ധാരാളം നന്മ നൽകുന്നതാണ്. ഫതർദ, അപ്പോൾ താങ്കൾ തൃപ്തിപ്പെടുന്നതുമാണ്. താങ്കൾക്ക് സംതൃപ്തി ലഭിക്കുന്ന രൂപത്തിൽ താങ്കൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും. അലം യജിദ്ക യതീമൻ ഫആവ, എന്നിട്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുപോയ കുറച്ച് കാലങ്ങളെക്കുറിച്ച് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെയായിരുന്നു നബിയെ താങ്കൾ? അലം യജിദ്ക യതീമൻ, താങ്കൾ ഒരു യതീമായി നാം കണ്ടില്ലേ, ഒരു അനാഥ മകനായി താങ്കളെ കണ്ടില്ലേ. ഫആവ, എന്നിട്ട് താങ്കളെ നാം അഭയം നൽകിയില്ലേ, താങ്കൾക്ക് നാം അഭയം നൽകിയില്ലേ. വവജദക ളാല്ലൻ ഫഹദ, താങ്കളെ നാം വഴിയറിയാത്തവനായി കണ്ടില്ലേ. ഈ മക്കയിൽ പലതരത്തിലുള്ള തിന്മകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. പലതരത്തിലുള്ള തിന്മകൾ, മദ്യപാനം, വ്യഭിചാരം, ബഹുദൈവാരാധന, വിഗ്രഹാരാധന, എല്ലാ രൂപത്തിലും എന്തൊക്കെ തിന്മകൾ ആലോചിക്കാൻ കഴിയുമോ, അനാവശ്യമായ കൊലപാതകങ്ങൾ, അനാവശ്യമായ യുദ്ധങ്ങൾ, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രശ്നകലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നത്. അവിടെ എന്ത് ചെയ്യണം എന്നറിയില്ല, ഒരു വഴി അറിയാത്തൊരവസ്ഥ. എങ്ങനെയാണ് ശരിക്കും ആരാധന ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഹിറാ ഗുഹയിൽ പോയി നിൽക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായി. ഈ തിന്മകളിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് ഒരു സ്വസ്ഥത കിട്ടാൻ, ഒരു സമാധാനം കിട്ടാൻ. അപ്പോൾ ആ വഴി അറിയാത്ത അവസ്ഥയിൽ താങ്കളെ നാം കണ്ടില്ലേ. വവജദക ളാല്ലൻ ഫഹദ, എന്നിട്ട് താങ്കൾക്ക് നാം നേർമാർഗ്ഗം നൽകിയില്ലേ, മാർഗ്ഗദർശനം നൽകിയില്ലേ. വവജദക ആയിലൻ ഫഅഗ്ന, താങ്കൾ നാം ദരിദ്രനായി കണ്ടില്ലേ. ഫഅഗ്ന, എന്നിട്ട് താങ്കൾക്ക് നാം ധന്യത നൽകിയില്ലേ. നമ്മൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് ഈ ധന്യത എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. ശരിക്കും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധന്യത എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളതല്ല. പലപ്പോഴും നമ്മൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പറയാറുണ്ട്, ഈ നബിമാർ വിട്ടേച്ചു പോകുന്ന അനന്തര സ്വത്ത് അതെന്ന് പറഞ്ഞാൽ ദീനാറോ ദിർഹമോ അല്ല. ലം യുവരിസു ദീനാറൻ വല ദിർഹമൻ വലാകിൻ വറസുൽ ഇൽമ, അവർ വിട്ടേച്ചു പോകുന്ന ആ സമ്പത്ത് എന്ന് പറയുന്നത്, പ്രവാചകന്മാരുടെ സമ്പത്ത് പറഞ്ഞാൽ ആ ഇൽമാണ്, അത് വിജ്ഞാനമാണ്. അപ്പോൾ ആകാശലോകത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു മനുഷ്യന് ജീവിതത്തിൽ ആവശ്യമുള്ള വിജ്ഞാനം, അതാണ് ഏറ്റവും വലിയ ധന്യത എന്നുള്ളതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ഈ ഇഹലോകത്തോട് വിട പറയുന്ന ആ സന്ദർഭം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കോടീശ്വരനൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പരിമിതമായ ഭൗതികമായ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത്. ചിലപ്പോൾ മാസങ്ങളോളം വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ലായിരുന്നു എന്നാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരാണ് സാക്ഷ്യം വഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാണ്, താങ്കളെ നാം ദരിദ്രനായി കണ്ടില്ലേ. ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ഇത് പല അർത്ഥങ്ങളിലുണ്ട്. ഒന്ന്, വൈജ്ഞാനികമായി ദരിദ്രനായി കണ്ടില്ലേ. ഫഅഗ്ന, എന്നിട്ട് താങ്കൾക്ക് നാം ധന്യത നൽകിയില്ലേ. ഫഅമ്മൽ യതീമ ഫലാ തഖഹർ, അതിനാൽ ഇങ്ങനെയൊക്കെ താങ്കൾക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അനാഥനായി കണ്ടു, താങ്കൾക്ക് അഭയം നൽകി. താങ്കളെ വഴിയറിയാത്തവനായി കണ്ടു, വഴി കാണിച്ചു തന്നു. താങ്കളെ ദരിദ്രനായി കണ്ടു, ധന്യത നൽകി. അതുകൊണ്ട് ഇനി ശ്രദ്ധിക്കണം ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഇത് ചില കൽപ്പനകളാണ്. ഫഅമ്മൽ യതീമ, അതിനാൽ അനാഥ മക്കളെ കണ്ടാൽ, താങ്കളൊരു അനാഥനായിരുന്നു, മറക്കരുത്. ഫലാ തഖഹർ, അവരെ നീ അധീശപ്പെടുത്തി വെക്കരുത്, അവരെ നീ ഇങ്ങനെ കീഴടക്കി വെക്കരുത്, അവരെ പ്രയാസപ്പെടുത്തരുത്, അനാഥകളെ പ്രയാസപ്പെടുത്തരുത്. വഅമ്മസ്സായിൽ, ചോദിച്ചു വരുന്നവനെ ഫലാ തൻഹർ, ആട്ടി അകറ്റുകയും ചെയ്യരുത്. ചോദിച്ചവർ, കാരണം താങ്കളും ദരിദ്രനായിരുന്നു നബിയെ, ചോദിച്ചു വരുന്നവരെ ആട്ടി അകറ്റരുത്. വഅമ്മ ബിനിഅമതി റബ്ബിക ഫഹദീസ്, അതിനാൽ താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് താങ്കൾ സംസാരിച്ചു കൊള്ളുക എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ധന്യതൻ്റെ വിഷയത്തിൽ വൈജ്ഞാനികമായ ദാരിദ്ര്യത്തിൽ അള്ളാഹു ധന്യത നൽകി. അതേപോലെ തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യമുള്ളതൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം റമദാൻ, ഇപ്പോൾ നമ്മൾ റമദാനിലാണ്, റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അടിച്ചു വീശുന്ന കാറ്റ്, കരീഹി മുർസല, അടിച്ചു വീശുന്ന കാറ്റ് പോലെ ഉദാരനാകുമായിരുന്നു, ദാനധർമ്മങ്ങൾ കൊടുക്കുമായിരുന്നു നമുക്ക് കാണാൻ കഴിയും. വേറൊരു ഹദീസിൽ ഒരു മനുഷ്യൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് എനിക്കെന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചപ്പോൾ 2 താഴ്വരകൾക്കിടയിലുള്ള ആട്ടിൻപറ്റങ്ങൾ മുഴുവൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് സ്വതക്കയായിട്ട് കൊടുത്തു. എന്നിട്ട് ആ മനുഷ്യൻ സ്വന്തം സമൂഹത്തോട് പോയിട്ട് പറയുന്നത്, യാ ഖൗമി അസ്ലിമു, എൻ്റെ സമൂഹമേ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുക. ഫഇന്ന മുഹമ്മദ് യുഅതി അതാഅൻ ലാ യഖ്ശൽ ഫഖ, കാരണം മുഹമ്മദ് ദാരിദ്ര്യത്തെ ഭയക്കാതെ
സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുക. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യമുള്ള സമ്പത്തൊക്കെ അള്ളാഹ് നൽകിയിരുന്നു. ഇപ്പോൾ യുദ്ധാർജിത സ്വത്തുക്കളിൽ നിന്ന് ഒരു വിഹിതം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനായിരുന്നു. പക്ഷേ എങ്കിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേക്കുള്ള ആവശ്യത്തിനുള്ള മാറ്റിവെച്ച്, കടം വീട്ടാനുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് ബാക്കിയെല്ലാം ദാനധർമ്മം ചെയ്ത് തീർക്കുമായിരുന്നു. ഇതായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അള്ളാഹു നൽകിയ ധന്യതയും. എല്ലാ അർത്ഥത്തിലും അള്ളാഹു ധന്യത നൽകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയതുകൊണ്ട്, താങ്കൾക്ക് വഴി കാണിച്ചതുകൊണ്ട് താങ്കൾ അതിനെക്കുറിച്ച് സംസാരിക്കുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വചനങ്ങൾ അവസാനിക്കുക. എത്ര വലിയ ആശ്വാസമായിരിക്കും. നേരത്തെ പറഞ്ഞ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് പതിയെ ഒരു ഗ്രാജ്വലി അതിനിങ്ങനെ ചേഞ്ച് ചെയ്ത് അത് തന്നെ ഈ പറഞ്ഞ മുൻപുള്ള അവസ്ഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് ചേഞ്ച് ചെയ്ത് സൈക്കോളജിക്കലി അത് ചേഞ്ച് ചെയ്തതിന് ശേഷം അങ്ങനെ കുറച്ച് മോട്ടിവേഷൻ കൊടുത്ത് നിർത്തല്ല, അവിടെയും ഖുർആനിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്ത് നിർത്തല്ല, മറിച്ച് അവിടെയും ഉപദേശങ്ങളാണ് അല്ലേ. അതുകൊണ്ട് നീ അനാഥയെ എന്ത് ചെയ്യാൻ പാടില്ല, അതിശയപ്പെടുത്താൻ പാടില്ല. അതേപോലെ തന്നെ ചോദിച്ചു വരുന്നവനെ പിന്നെ നിരാശനാക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആട്ടിയകറ്റാൻ പാടില്ല. അതേപോലെ തന്നെ നിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കണം. ഇങ്ങനെയുള്ള ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അത്തരം ഒരു നന്മ കൂടി പഠിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത് എന്ന് കാണുമ്പോഴാണ് ഖുർആനിൻ്റെ ആ ഒരു അപ്രോച്ച്, കാര്യങ്ങളോടുള്ള അപ്രോച്ച് കൂടി നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാകുന്നത്. നമ്മൾ ഓരോരുത്തരും പലതരത്തിലുള്ള ഇരുട്ടുകളിൽ അല്ലെങ്കിൽ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരായിരിക്കും. ആ പ്രയാസങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള ഒരു വെളിച്ചത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രതീക്ഷയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സൂറത്ത് നമ്മളോട് സംസാരിക്കുന്നത്. അതിൻ്റെ ആ ഒരു കാമ്പ് ഉൾക്കൊള്ളാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. പ്രതീക്ഷയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാം അവസാനിച്ചു, എല്ലാം തീർന്നു, ഇനി എനിക്കൊന്നുമില്ല എന്ന ഒരു നിരാശ ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. മറിച്ച് പടച്ചോനുള്ള വിശ്വാസത്തിൻ്റെ ആ ഒരു ബലത്തിൽ ഒരു വിശ്വാസി ഈ പ്രതീക്ഷയോടുകൂടിയായിരിക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു സൂറത്തിലൂടെ നമ്മൾ കാണുന്നത്. ആ രൂപത്തിൽ ഏറ്റവും പോസിറ്റീവായ രൂപത്തിൽ ജീവിതത്തെ കാണുവാനും അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.